പോയിന്റ് അവൻ കുറച്ച് സമയം അടിക്കായിരുന്നല്ലോ ആ ടൈം നമ്മള് ക്ലോസ് പോയെങ്കിൽ അവൻ മൂവ് ചെയ്യുമായിരുന്നല്ലേ. ഇപ്പൊ നമുക്ക് വേണേ അവസാനം ഒരു ഹെവി അടിച്ചു നോക്കായിരുന്നു. അവൻ ഡോ ചെയ്യുമായിരുന്നു ഹെവി. വി ക്യാൻ ട്രൈ, എത്ര ഉള്ളൂ ട്രൈ, കുഴപ്പമില്ല. വി ആർ സോ ക്ലോസ്, വെരി ക്ലോസ്. ക്യൂ എബിലിറ്റി ശരിയാ കിട്ടി. കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ഇനി ലൈക്ക് ചെയ്തതിൽ എല്ലാം സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ എത്താറായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ്. അത് ഡസന്റ് മാറ്റർ. ഇതിപ്പോ നമുക്ക് അവർ പോയാലും പോയിലും ഒരേ എഫക്റ്റ് ആണ്. ഇറ്റ്സ് ഫൈൻ. നമുക്ക് വേണേ കാറ്റ് ഉപയോഗിക്കാം കേട്ടോ അടുത്തത്, അവിടെ വേണേ തീർക്കാവുന്നുള്ളൂ. ക്ലൗഡ് സ്റ്റെപ്പ് ആയിട്ടോ ഈകളെ. ക്ലൗഡ് സ്റ്റെപ്പ് പ്ലസ് കാറ്റ് സ്റ്റെപ്പ് ഇതാണ്. Nice dodge. Let's do it. Easy. കൊള്ളാം കൊള്ളായികളെ. നൈസ് ഹെവി, നൈസ് ഹെവി. 2 ഷോട്ടും കൂടെ ഉണ്ട് ആവശ്യമുണ്ട്. നമ്മള് നൈസ് ഡോഡ്ജ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഭയങ്കര ഇടപെട്ട് തീർത്തു. നമ്മളുടെ രീതിയിൽ തന്നെ തീർക്കും. നമ്മളെ ഇതുവരെ ഒരു ട്രിക്ക് ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി. ഞാൻ ഇതുവരെ എല്ലാം കളിച്ചത് അങ്ങനെയാണ്. ജസ്റ്റ് ഇവർ പറയും അതനുസരിച്ച് കളിക്കും. അത്രേ ഉള്ളൂ. വേറെ സ്പെഷ്യൽ ട്രിക്ക് വേണം. നമ്മള് ഹാർഡ് കോറാ, ഫൈറ്റ് ഉള്ളി. ഓൺലി അടി പിടി വലി. കൊടുത്തുവിടുക. Nice dodge, nice dodge, nice dodge. അത് കൊള്ളാം. അത് നല്ലൊരു മൂവായിരുന്നു. കൊടുത്തു കൊള്ളാം. അടിപൊളികളെ, അടിപൊളി. നല്ല ഇറ്റളിയാ, നല്ല ഇറ്റ്. ഇനിയും ടാനസ് കുറച്ച് സമയത്തിൽ റെഡിയാവും. അതുപോലെ തന്നെ വിൻ ലൈക്ക് 4 റെഡിയാവും കേട്ടോ. നമുക്ക് പകുതി കളിപ്പിക്കാം. വേണ്ട ഒരു ഹീലടി നൈസ്. സൂപ്പർ. അവന്റെ മൂറിയുടെ ഇത് ഇപ്പൊ വരുവേ. ചില്ലറ കളിക്കാൻ ഇപ്പൊ അടിക്കാൻ നിൽക്കണം. ചില്ലറ കളിക്കാൻ അവനൊരു 80% ഇല്ല. ഇനി 80% മാത്രം തന്നെ. മനസ്സിലായോ?
പെർഫെക്റ്റ് ഈകളെ പെർഫെക്റ്റ് കിട്ടി കിട്ടി ഇറ്റ്സ് ഫൈൻ കൊടുത്തു ഒന്നില്ല ക്ലൗഡ് ഉണ്ടെങ്കിൽ ക്ലൗഡ് അടിച്ച് ഹീൽ ചെയ്യാൻ നോക്കും ഒരു ഹീൽ സൂഷി ചെയ്യണം അതന്നെ ചിൽ യു ഗോട്ട് സ്റ്റഡി യു ഗോട്ട് ചിൽ നല്ല ഇത് നൈസ് ഡോട്ട്സ് ഈകളെ നൈസ് ഡോട്ട്സ് ലെറ്റ്സ് ഗോ ഈകളെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആവും കാറ്റ് പോവും ട്രാൻസ്ഫോർമേഷൻ ആയി ബൈ ദ വേ maximum dodges nice ഒരു ഹെവി ഉണ്ട് ട്രിപ്പിൾ ഹെവി ഉണ്ട് നല്ല അടിക്കും അവനെ nice one നമുക്കൊരു ഹെവി അടിച്ച് തീർക്കണം കേട്ടോ ഓക്കെ ഇടിച്ചോണ്ടിരുന്നോ ഓക്കെ നല്ല നമുക്കൊന്ന് ചില്ല് ചെയ്യകളെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം എല്ലാം ഉണ്ട് വിൻഡു ആവും ക്ലൗഡ് സ്റ്റെപ്പും ആവും ഓ ലെറ്റ്സ് ഗോ പിന്നെ കുറെ നേരമായി ക്ലൗഡ് സ്റ്റെപ്പ് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം കേട്ടോ ഈകളെ ഹീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഓക്കെ watch the movement Kalia. You got this, come on. അതെനിക്ക് കൊള്ളായിരുന്നെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവരൊന്ന് ട്രിഗറാക്കി നാലെണ്ണടിച്ച് കിട്ടുമായിരുന്നല്ലേ 4 പിടിച്ചാ കിട്ടും അതെ 4 ഒന്ന് ട്രൈ ചെയ്യാൻ ഓക്കെ ഡോഡ്ജിംഗ് മോഡാണ് ഈകളെ നമ്മൾ ഫുൾ ഡോഡ്ജിംഗ് മോഡിലേക്ക് കയറി ഹീൽ സമയം എടുത്ത് ക്ലൗഡ് സ്റ്റെപ്പിൽ കൊടുത്തുവിട് അല്ല അത് കുഴപ്പമില്ല കൊടുത്തു ക്ലൗഡ് സ്റ്റെപ്പുമായി നമ്മുടെ 4th സ്റ്റേജ് ഓഫ് ഹെവിയും കിട്ടിയ 4th ഹെവി ആയേ ഡോഡ്ജ് മോഡ് അത്രേ ഉള്ളൂ ഈകളെ അത്രേ ഉള്ളൂ ഈസി ക്ലൗഡ് സ്റ്റെപ്പ് എല്ലാം ഉണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി മാത്രം ക്ലൗഡ് സ്റ്റെപ്പ് ഉപയോഗിക്കുക യു ഗോട്ട് മൊബൈലിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മൊബൈലിൽ അടിച്ചു കൊടുത്തോളാം ക്ലൗഡ് സ്റ്റെപ്പ് ഉണ്ട് ക്ലൗഡ് സ്റ്റെപ്പ് ഉണ്ട് ഈകളെ ഹീൽ ചെയ്യാൻ പറ്റും ചെയ്തോട്ടെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഫൈൻ യു ഹാവ് പ്ലെന്റി ഓഫ് ഹീൽ ഈസി ഫ്രീസ് ഉണ്ട് അവൻ അഗൈൻ ഡോഡ്ജ് മോഡ് ഈകളെ പയ്യെ കളിച്ച് അടിച്ചു കൊടുത്തോളാം ചില്ലളിയ താനസ് റെഡിയാവും ഈസി ചെയ്യണം നമുക്കൊന്ന് പോയിട്ടൊന്ന് ഹീൽ ചെയ്യണം പ്ലീസ് ഹീൽ ചെയ്യണം സമയം എടുത്തു ഓൾ ഗുഡ് ജി വെൽ ഫക്കിംഗ് പ്ലേഡ് എല്ലാം ഡോട്ട് ചെയ്യുന്നു കേട്ടോ അവസാനം എല്ലാം ഡോട്ട് ചെയ്യുന്നു അതെ കിടിലൻ കളി
കൊറേ പെർഫെക്റ്റ് കിട്ടി, കൊറേ നല്ല, പെർഫെക്റ്റ് കിട്ടി, നല്ല, കൊറേ നല്ല. പെർഫെക്റ്റ് കിട്ടി. നല്ല കളിയായിരുന്നു. താനോസിന്റെ finish, താനോസ്. അത് ഫിനിഷർ ഉണ്ട്, ഫിനിഷർ. ഓക്കെ ഓക്കെ, എൻജോയ് ചെയ്തു. ലാസ്റ്റ് സിനിമാറ്റിക്സ് അല്ലേ. വൂക്കോങ് എന്നേക്ക് പോയി പോവുകയാണ് കേട്ടോ. ആ എടുത്തോണ്ട് പോയ relics നമ്മുടെ പവേഴ്സ് എല്ലാം തിരിച്ചെടുത്തല്ലേ? യെസ്, ഇനി അതെല്ലാം വന്നിട്ട് നമ്മുടെ മൈൻഡ് റിലീക്കുമായിട്ട് കേറി നമ്മള് പുതിയൊരു വൂക്കോങ് ആവും. എനിക്ക് രോമാഞ്ചം അടിക്കുന്നത്, നമുക്ക് സത്യമായിട്ട് എനിക്ക് രോമാഞ്ചം അടിക്കുന്നത്. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് വെറുതെയായി നമ്മള്. നല്ല കളിയാണ്, നല്ല കളി. ഇത് ബേസിക്കലി നമ്മുടെ ഒരു ജേണി പോലെയായിരുന്നു. സത്യം 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 സത്യം. തൊപ്പി പോയി. You must have heard tales about him. Guys, ഞാൻ സൂപ്പർ ചാറ്റ് ഒക്കെ വായിക്കേണ്ട. Some say he helped Tung Monk fetch the scriptures, was granted Buddhahood, and stayed on Mount Lingshan thereafter. ഓരോ relic ആണല്ലേ ഹിറ്റ് ചെയ്യണേ. അവൻ തന്നെ തരുന്നു കേട്ടാ. Some say it was not him who was granted Buddhahood. The real him was already dead on the journey to the west. Some say that the journey never happened. Oh. എന്റെ അമ്മോ, He is nothing but a monkey who lives in some storyteller's tall tale. But now you will hear a tale which no one has ever known. ഓക്കെ, സോ ഇതാണ് നമ്മള് വൂക്കോങ്ങിനെ ബന്ധിപ്പിച്ച സാധനമാണിത്, ക്രൗണാണിത്. എപ്പോഴും വൂക്കോങ്ങിനെ ഒരു അടിമയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് ബേസിക്കലി വൂക്കോങ്ങിന്റെ അൺലിമിറ്റഡ് പവറിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന സാധനമാണ് ഇത്. അപ്പം നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് എൻഡിങ് എന്ന് വെച്ചാൽ നോക്കിയോ, ബാഡ് എൻഡിങ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലയിൽ വെച്ചിരുന്നതാണ് ബാഡ് എൻഡിങ്. പക്ഷെ നമ്മുടെ തലയെ വെക്കൂല. അപ്പൊ നമ്മൾ ഇനിയും ഹെവനുമായിട്ട് ബന്ധിതരല്ല, നമ്മൾ മനസ്സിലായോ? പുതിയ വൂക്കോങ്, നമ്മളായിട്ട് വന്ന വൂക്കോങ്ങിന് ഇനി ഹെവനുമായിട്ട് ഹെവന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഗുഡ് എൻഡിങ്, ബെസ്റ്റ് എൻഡിങ്. ഇതാണ് കറക്റ്റ് എൻഡിങ്. നമ്മൾ ബേസിക്കലി വൂക്കോങ്ങിനെ ഫ്രീ ചെയ്തു. വൂക്കോങ്ങിന്റെ ആ ഒരു ഇതാണ് ഇത് പഴയ സ്റ്റോറി കാണിക്കുന്നത്, വൂക്കോങ്ങിന്റെ സ്റ്റോറി കാണിക്കുന്നത്. Sun Wukong, when you defied the Celestial Court, I had to seal you beneath the mountains with my immense power. Yet, after enduring punishment, you embraced the dark, uplifted good against evil, and subdued Yaoguais throughout the journey. For your contribution, I now bestow upon you the title of Victorious Victorious Fighting Buddha. അതാണ് നമ്മുടെ ഇവന്റെ ടൈറ്റില്. വൂക്കോങ്ങിനെ അങ്ങനെ വിളിക്കുന്നത്. ഊക്കം അങ്ങനെയല്ലേ? യെസ്, വിക്ടോറിയസ് ഫൈറ്റിംഗ്. എന്തിനാ പറയുന്നുണ്ടായിരുന്നല്ലോ, ബുദ്ധ And the Jade Emperor imposed 3 ordeals. Only when the chicken finishes pecking the rice, the dog laps up the flowers, and the lamp burns through the key, the rain will fall. ഇത് നമ്മുടെ ജേണി ആയിട്ട് കാണിക്കുന്നത്, വൂക്കോങ്ങിന്റെ പഴയ ജേണി. നമ്മുടെ ബാജി ഉണ്ട്, നമ്മുടെ ബുൾക്കിംഗ് ഉണ്ട്. ബാജി നമ്മുടെ പൊടിയൻ. പൊടിയൻ. പൊടിയൻ പൊടിയൻ.
ആ അത് പുള്ളി കഥ പറഞ്ഞുതരും കഴിഞ്ഞിട്ടാണ് Bottoms up, brothers! One final toast before we crash the Celestial Palace! പുള്ളി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നേട്ടെ. പുള്ളി ഒരു സംഭവം തന്നെയായിരുന്നു. സത്യം നമ്മൾ കളിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ക്യാരക്ടർ വന്നല്ലേ. യെസ്. Let's go guys, let's go. Let's go. Yeah, let's go. 11 ദിവസം അളിയ നീ ഒരു ആദ്യം ആലോചിക്കണം, മൊബൈൽ ഗെയിം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അവന്മാരുടെ ഫസ്റ്റ് ഡെവലപ്മെന്റ് ഫസ്റ്റ് ഗെയിമാണ്. ആദ്യത്തെ ഈ ഗെയിം ഉണ്ടാക്കിയ ഡെവലപ്പേഴ്സിന്റെ ആദ്യത്തെ PC ഗെയിമാണിത്. അതാണ് അവർ ഈ ലെവലിൽ ചെയ്തിരിക്കുന്നത്. 600 കോടിയായിരുന്നു ഈ ഗെയിമിന്റെ ബഡ്ജറ്റ്. ഈ ഗെയിമിന്റെ ബഡ്ജറ്റ് 600 കോടിയായിരുന്നു. 600 CR. 600 കോടിക്കാണ് ഈ ഗെയിം ചെയ്തത്. 3 ദിവസത്തില് ഈ ഗെയിമിന്റെ 3 ഇരട്ടിയാണ് റിട്ടേൺ ബാക്ക് കിട്ടിയത്. 1 കോടി കോപ്പി, അതായത് നിങ്ങൾ 3000 രൂപ വെച്ച് കൂട്ടിക്കാൻ തന്നെ 3000 കോടിയായി. 600 കോടിക്ക് തുടങ്ങിയ ഗെയിമാണ്. അതിന്റെ നോ സിനിമ ക്യാൻ ഡു ദിസ്. ഒരു വേൾഡ് വൈഡ് പടത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റൂല. ഇനി ആൾക്കാർ മേടിക്കും. ഇനിയും മേടിക്കും ആൾക്കാർ. ഇനിയും വായിക്കും. എനിക്ക് ഉറപ്പാണ് ഈ ലൈവ് കണ്ടവരിൽ തന്നെ ടീമിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറി ഗെയിം മോഡ് ഗെയിമാണ്. റെക്കോർഡും പൊട്ടിച്ചു. കൺട്രോൾ പ്ലേയേഴ്സ് അല്ലേ, കൺട്രോളർ പ്ലേയേഴ്സ്. അല്ലടാ, ഏറ്റവും കൂടുതൽ സ്റ്റോറി മോഡിൽ ഏറ്റവും ടോപ്പ് വെക്കുന്ന ഗെയിം, ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ചിരിക്കുന്ന ഗെയിം ഇപ്പോൾ ഇതാണ്. അതിനെ ഇത് എല്ലാ ഗെയിംസും കൂടെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത് PUBG, സെക്കൻഡ് ഇപ്പൊ ഈ ഗെയിം. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അത് കളിക്കണം, അത് കളിക്കണം. തീർന്നില്ല. നല്ല കളിയായിരുന്നു. ഡെവലപ്മെന്റ് പാർട്ട്നേഴ്സ് എപ്പിക് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് റിയലല്ലേ ചെയ്തത്. റിയലിൽ എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പറ്റിയത്. ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ ഇവര് ട്രെയിലറിലും ഗെയിം പ്ലേയിലും കാണിച്ച അതേപോലെയാണ് നമുക്കും കിട്ടിയ എക്സ്പീരിയൻസ്. അതാണ് മറ്റേ ചില ആൾക്കാര് ഗെയിം പ്ലേയും ട്രെയിലർ വേറെ കാണിച്ചിട്ട് കളിയിൽ വരുമ്പോ വേറെ വരും. സത്യം ഞാൻ അന്ന് പറയുകയും ചെയ്തായിരുന്നു ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം. ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു ഈ ഒരു ഫീൽ ഒന്നും എന്തായാലും ഗെയിമിനകത്ത് ഉണ്ടാവില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാ ഈ സിനിമാറ്റിക്സ് വരുമ്പം നമുക്ക് കൺട്രോൾ എടുക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ. ഗെയിം തന്നെയാണത്. ഗെയിം തന്നെയാണ് എക്സാക്ട്ലി സെയിം സാധനമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് അതിലാണ് ഈ ഗെയിം ഇത്രയും സാറ്റിസ്ഫാക്ഷൻ വന്നത്, അതിന്റെ ഗ്രാഫിക്സ് ലെവലില്. അവര് പറഞ്ഞ പോലെ തന്നെ അവർ ഡെലിവറി ചെയ്തു.
ഗെയിം ഓഫ് ദി ഇയർ ഇതിന് കൊടുക്കണം. മറ്റേ പയ്യനെ നമുക്ക് ട്രാക്ക് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിന്റെ ഒരു കഴിഞ്ഞില്ലേ? ബ്ലാക്ക് അത് തന്നെ അവനെ ട്രാക്ക് ചെയ്യാം. ദിഷ്ക അങ്ങനെയാണ് പേര്. ദിഷ്കാഡുമ.